വീട് മാറുന്നത് ഇച്ചിരി പണിയുള്ള കാര്യമാണ്. ഇച്ചിരിയല്ല, നല്ല പെടാപ്പാട് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വേറൊരു രാജ്യത്ത്. കാരണം നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ ആരുമില്ല. ഇതൊക്കെ നമ്മൾ തന്നെ എല്ലാം മടക്കി പെറുക്കി ബോക്സിലാക്കി, പല പല ബോക്സിലാക്കി അത് പാക്ക് ചെയ്ത് പിന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ അവിടെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് ഈ കുഞ്ഞു പിള്ളേർക്ക് എളുപ്പം നല്ല രസമാണ്. നമ്മൾ ഓരോന്നും എടുത്ത് വയ്ക്കും, അവരോരോന്നും എടുത്ത് പുറത്തിടും. പിന്നെ ഞങ്ങൾ മാൻ വിത്ത് വാൻ അവരെയാണ് വിളിച്ചത്. അപ്പോൾ അവരാകുമ്പോഴത്തേക്ക് വന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവർ വണ്ടിക്കകത്ത് അവരെന്നെ എടുത്ത് വെച്ചോളും, അവർ തന്നെ കൊണ്ട് ഇറക്കി തന്നോളും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പറയുന്ന പൈസ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോന്നും അവർ എടുത്ത് വണ്ടിക്കകത്ത് കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ. പക്ഷെ പാവം ചേട്ടന്മാർ അങ്ങനെ അതിസാഹസ്യമായ വണ്ടിയിൽ എല്ലാവരും എല്ലാം ആ ചേട്ടന്മാർ തന്നെ എല്ലാം കൊണ്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ഈ വർഷത്തെ 3ാമത്തെ വീട് മാറ്റമാണ്. ഇങ്ങോട്ടേക്കാണ് നമ്മൾ അടുത്ത സ്ഥലം മാറി വന്നത്. ഇവിടെ കൊണ്ട് ഇനി എല്ലാം കൊണ്ട് തിരിച്ച് റൂമിൽ കൊണ്ട് ഓരോന്ന് ഇറക്കി വെക്കണം, അടുക്കി പെറുക്കി വെക്കണം. അതൊക്കെ ഇനി വലിയ കടമ്പ കിടക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുതിയതായിട്ട് താമസിക്കാൻ പോകുന്നത്. നേരത്തെ വീടായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലേക്കാണ് താമസിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ ഒരു ഭംഗിയൊക്കെയുള്ളൊരു സ്ഥലമാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നോക്കാം, താമസിച്ച് നോക്കാം. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ താഴെ കൊണ്ട് വെച്ചു. ഇനി സ്റ്റെപ്പ് കയറ്റി മേളിൽ കൊണ്ടുവയ്ക്കണം. അതൊരു ടാസ്ക്കാണ്. കാരണം ഈ സ്റ്റെപ്പൊക്കെ കുറച്ച് വീതി കുറവായിരുന്നു. അത് പുള്ളിക്കാർ സാഹിബന്മാർ പിറുവർക്കുണ്ടായിരുന്നു. എന്തൊരു സ്റ്റെപ്പാണ്, ഇത്ര ചെറിയ സ്റ്റെപ്പിലൂടെയാണോ ഇതൊക്കെ കയറ്റി കൊണ്ടുവയ്ക്കുന്നതെന്നൊക്കെ അവരൊന്ന് പറയണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. ഇതൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കണ്ടേ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം തള്ളിക്കയറ്റിക്കൊണ്ടുവന്ന് മേളത്തെ റൂമുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചു. ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നത് ഇതിലും വലിയൊരു ടാസ്ക് ആയതുകൊണ്ട്, വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ടും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും എന്നറിയാനത് കൊണ്ടും ചെയ്തേ പറ്റത്തുള്ളൂ. ഓരോന്ന് വീതം തുറന്ന് ഓരോന്നും ഓരോതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് എടുത്ത് വയ്ക്കാം. ഓരോ ബോക്സുകളായിട്ട് ഇങ്ങനെ പാത്രങ്ങളും ഡ്രസ്സുകൾ വേറെ, പ്ലേറ്റ്സ്, അത് ഇത്, പൊടികൾ, കിച്ചണിലേക്കുള്ള സാധനങ്ങൾ, കൊച്ചിൻ്റെ സാധനങ്ങൾ, ഞങ്ങളുടെ സാധനങ്ങൾ, അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ ബോക്സിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതെല്ലാം എവിടേക്ക് കൊണ്ട് കയറ്റി വെക്കണം എന്നതാണ് ഇവിടുത്തെ കൺഫ്യൂഷൻ. എന്തെങ്കിലും ആട്ടെ, ഇഷ്ടംപോലെ കബോർഡും കാര്യങ്ങളും, അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കെല്ലാം ഒരു വിധത്തിൽ എടുത്ത് വയ്ക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓരോ പണിയും തുടങ്ങി. കൊച്ചാണെങ്കിൽ പാവം, അവളെ കൊണ്ട് പെട്ടുന്ന രീതിയിൽ ഓരോ പാത്രങ്ങളൊക്കെ സമയത്ത് ഇതുപോലെ കൊണ്ടു തരുന്നുണ്ടായിരുന്നു. അവർക്കതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ചെറുതായിട്ട് ഞങ്ങൾ അവളെ കൊണ്ടൊരു ബാലവേലയും അങ്ങ് ചെയ്യിപ്പിച്ചു. കുഴപ്പമില്ല, പഠിക്കട്ടെ, എന്നാലേ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കുക്കർ കൊണ്ട് കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവൾ താഴെ ഇടുമായിരിക്കുന്നു. പക്ഷേ ഭാവം അതെങ്ങനെയൊക്കെയോ പിടിച്ച് താഴെ വീഴാതെ ഭയങ്കര സൂക്ഷ്മമായി അടുത്തൂങ്ങി എൻ്റെ കൈ കൊണ്ടു തന്നു. ഞാൻ വിചാരിച്ചു പാതി വഴി താഴെ വീഴുമായിരിക്കുന്നു. പക്ഷേ മിടുക്കി അവൾ കൊണ്ടുവന്നു. അങ്ങനെ അവൾക്കതൊരു ഇൻട്രസ്റ്റായി. അപ്പോൾ അവൾ അടുത്ത പാത്രം കൊടുക്കാൻ വേണ്ടി ഓടിപ്പോയി. അതും അങ്ങനെ മന്ദം കൊണ്ട് അവൾക്കറിയാം അത് ചായ തിളപ്പിക്കണം. എന്നാലും നാളെ രാവിലെ ചായ കുടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. എടുത്ത് വെച്ച് നാളെ രാവിലെ ഞാൻ തന്നെ തപ്പേണ്ടി വരും ഇതൊക്കെ നീ ഇവിടെ പോയി കിടക്കുക എന്നുള്ളത്. അങ്ങനെ പാവം ഓരോ പാത്രങ്ങൾ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുക്കർ കൊടുത്തപ്പോൾ ഞാൻ ദൈവമേ ഇവൾ പൊക്കാൻ പോവാണെന്ന്. പക്ഷെ അവളൊന്ന് പിടിച്ചു നോക്കി. പക്ഷെ മനസ്സിലായി നല്ല വെയിറ്റ് ഉണ്ടെന്ന്. പക്ഷെ കൊച്ചു വിചാരിച്ചു കയ്യിൽ എന്തോ ഉണ്ടെന്ന്. അവൾ എൻ്റെ കയ്യിൽ എന്തോ കൊണ്ട് തരാനായിട്ട് ഓടി വന്നു. പിന്നെയാണ് അവൾ മനസ്സിലായത് അയ്യോ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന്. എന്നിട്ട് അവൾ തിരിച്ചു പോയി അടുത്ത പാത്രം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ പതുക്കെ വീട്ടിലെ ഓരോ പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. വീടിൻ്റെ ഒരു ഡോറിൻ്റെ സൈഡിൽ ഒരു ടെടിക്കുട്ടൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നേരം കൊച്ചിനെ കളിപ്പിക്കാം, ഒരു എൻ്റർടൈൻമെൻറ്റും ആയിട്ടെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അതിൻ്റെ പുറകെ നിന്നു. അങ്ങനെ അപ്പനും മോളും കൂടെ അതും പിടിച്ച് കളിച്ച് ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പിന്നെ നമ്മൾ ബാക്കി പൊടികളും കിടികളും ഒക്കെ എടുത്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് ഉപകാരപ്പെട്ടു. ഇതെനിക്ക് തോന്നുന്നു ടെമ്മൊന്നും കണ്ട് വാങ്ങിച്ചത് കുറച്ച് പൈസയും കണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാം
അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളും. ഓരോ എന്താ പറയുക, നമ്മുടെ പയറും പരിപ്പും കടലയും അതുപോലത്തെ അരി, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകും. അങ്ങനെ ഓരോന്നും എടുത്തടക്കി പെറുക്കി വെക്കുകയാണ്. അടുക്കളയിൽ കയറി ഓരോന്നും എടുത്തു വയ്ക്കാൻ വേണ്ടി സഹായിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും വാശിപൂർവ്വം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്തിട്ട് വേണം അടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് എടുക്കി പെറുക്കി വയ്ക്കാനുണ്ട്. ഇന്ന് തീരുമോ നാളെ തീരുമോ എപ്പോഴെങ്കിലും തീരുമോ എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. തീരുമ്പോൾ തീരട്ടെ, എന്നാലും തീർക്കണം, വേറെ ആരും എടുത്ത് വയ്ക്കാനില്ല. അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും തോണ്ട അവിടെ അടുത്ത പരിപാടി തുടങ്ങി. അവിടെ എന്തൊക്കെയോ പാക്കറ്റുകളും വളരെ ക്രിസ്പ് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് അമ്മാനെ മടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഏകദേശമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കി സെറ്റാക്കി വെച്ചു. എല്ലാ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം വേണ്ടതെല്ലാം തൽക്കാലം ഒരു വിധത്തിലെല്ലാം എടുത്ത് വെച്ചു. കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, എന്നാൽ എല്ലാം പെട്ടെന്ന് റീച്ചായിട്ടുള്ള രീതിയിലൊക്കെ എടുത്ത് വെച്ചു. ഇങ്ങനെയാണ് അവസാനം വീടിരിക്കുന്നത്.